ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണോട്ടം ഡിസംബറിൽ. വിജയിച്ചാൽ തീവണ്ടി അടുത്ത വർഷം തുടക്കത്തിൽ ട്രാക്കിൽ ഇറക്കാനാണ് പദ്ധതി. കാർബൺ ഫ്രീ യാത്രയുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ പുതിയ ചരിത്രം എഴുതാൻ ഒരുങ്ങുകയാണ്. ഈ പുതിയ ട്രെയിൻ തമിഴ്നാട്ടിലെ ഇൻറ്റിഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. പരീക്ഷണ സർവീസിന്റെ തീയതി ഇപ്പോൾ വ്യക്തമല്ല. എന്നാൽ ഹരിയാനയിലെ ജിൻ സോൺപട്ട് റൂട്ടിൽ 90 കിലോമീറ്റർ ദൂരത്തിൽ ഓടുമെന്നാണ് സൂചന. മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ഹൈഡ്രജൻ ട്രെയിൻ കഴിവുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ടാവും, എന്താണ് ഈ ഹൈഡ്രജൻ ട്രെയിനുകൾ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞാലോ? പോകാം വീഡിയോയിലേക്ക്. പൂർണ്ണമായും ഹൈഡ്രജൻ വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന ട്രെയിനുകളാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ എന്ന് അറിയപ്പെടുന്നത്. ഹൈഡ്രജൻ ഇന്ധനമാക്കുന്ന വാഹനങ്ങൾ പൊതുവെ ഹൈഡ്രയിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്യൂവൽ സെൽ എന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളാണ് ഹൈഡ്രയിൽ പ്രവർത്തിപ്പിക്കുക. ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴുണ്ടാകുന്ന കെമിക്കൽ എനർജിയെ വൈദ്യുതിയാക്കി മാറ്റുന്ന സെല്ലാണ് ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മോട്ടോറിലേക്ക് കടത്തിവിട്ട് വാഹനത്തെ ചലിപ്പിക്കും. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ ട്രെയിനിന്റെ ഇന്ധനം. നീരാവി മാത്രമാണ് ഈ ട്രെയിൻ പുറന്തള്ളുന്നത്. അതിനാൽ ഇത് സമ്പൂർണ്ണ പരിസ്ഥിതി സൗഹാർദ്ദമായ യാത്രകളുടെ വിഭാഗത്തിൽ പെടുന്നു. ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനായി എഞ്ചിന്റെ മുകളിൽ 40,000 ലിറ്റർ വരെ ശേഷിയുള്ള വെള്ളത്തിന്റെ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ടാങ്കിനോട് ചേർന്നുള്ള ഉപകരണത്തിലൂടെ അന്തരീക്ഷ വായുവിൽ നിന്ന് ശേഖരിക്കുന്ന ഓക്സിജനുമായി ഹൈഡ്രജൻ സംയോജിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ശേഖരിക്കാൻ ലിഥിയം ബാറ്ററിയും ഉണ്ടാവും. ഹരിത ട്രെയിൻ എന്ന ആശയത്തിനാണ് ഹൈഡ്രജൻ ട്രെയിനിലൂടെ ഊന്നൽ നൽകുന്നത്. ഒരു ഡീസൽ ട്രെയിൻ ഒരു വർഷം ഏകദേശം ടൺ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറന്തള്ളുന്നത്. ഹൈഡ്രജൻ ട്രെയിനിലൂടെ ഈ മലിനീകരണം ഒഴിവാക്കാൻ സാധിക്കും. ഓസോൺ പാളിക്ക് കോട്ടം വരുത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നില്ല എന്നതുകൂടാതെ ജലം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. പരീക്ഷണ ഓട്ടം വിജയിച്ചാൽ 2025 35 ഹൈഡ്രജൻ ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കാനാണ് ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി. ഓരോ ട്രെയിനിന്റെ ചിലവ് 80 കോടി രൂപയായി കണക്കാക്കപ്പെടുന്നു. ഇതിനു പുറമെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 70 കോടി രൂപയും ആവശ്യമാണ്. ജർമ്മനി, സ്വീഡൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ ഹൈഡ്രജൻ തീവണ്ടികൾ സർവീസ് നടത്തുന്നുണ്ട്. ജർമ്മനിയിലാണ് ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങിയത്. ഈ ട്രെയിനുകളിൽ 6 മുതൽ 8 കോച്ചുകൾ വരെയുണ്ട്. ഫ്രഞ്ച് കമ്പനിയായ അൽസ്റ്റോം ആണ് ട്രെയിനിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. രണ്ടാമത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങിയത് ചൈനയിലാണ്.
ഹൈഡ്രജൻ ട്രെയിനിനെ കുറിച്ചുള്ള ചെറിയ അറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം രമ്യ ശ്രീകുമാർ.